കേപ്പ് വെർദ. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഈ രാജ്യത്തെക്കുറിച്ച് അറിയുന്നവർ ചുരുക്കമായിരുന്നു. ഇന്നിപ്പോൾ ലോകത്തിന്റെ ആകെ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നു ഈ കുഞ്ഞൻ രാജ്യം. ആദ്യമായി ലോകകപ്പിന് യോഗ്യത നേടിയ കേപ്പ് വെർദെ കരുത്തന്മാരുൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് നോക്കൌട്ട് റൗണ്ടിൽ കടന്നിരിക്കുന്നു, അതും തോൽവി അറിയാതെ. കളിച്ച മത്സരങ്ങളിലെല്ലാം എതിരാളികളെ സമനിലയിൽ തളച്ചാണ് ഈ ചരിത്ര നേട്ടം അവർ കൈവരിച്ചത്. സ്പെയിനിനും സൗദിക്കുമെതിരെ ഗോൾ രഹിത സമനില, ഉറുഗ്വേക്കെതിരെ 2-2 സമനില. ഉറുഗ്വയെ പോലെയുള്ള ശക്തർ ലോകകപ്പിൽ നിന്ന് പുറത്താകുമ്പോഴാണ് കേപ്പ് വെർദെയുടെ ചരിത്ര നേട്ടം എന്നതും ശ്രദ്ധേയം. 40-കാരനായ കേപ്പ് വെർദെയുടെ ഗോളി വൊസീഞ്ഞോ ഈ ലോകകപ്പിലെ ശ്രദ്ധേയമായ താരമായി. വൊസീഞ്ഞോയുടെ മിന്നും പ്രകടനമാണ് ടീമിന് മുതൽക്കൂട്ടായത്. ഇനി നോക്കൌട്ട് റൗണ്ടിൽ കരുത്തരായ അർജന്റീനയ്ക്കെതിരെ മത്സരം. അറിയുംതോറും കൗതുകമേറുന്നതാണ് കേപ്പ് വെർദെയുടെ ചരിത്രം. സെനഗൽ തീരത്ത് നിന്ന് 600 കിലോമീറ്റർ മാറിയുള്ള 10 അഗ്നിപർവ്വത ദ്വീപുകളുടെ കൂട്ടമാണ് കേപ്പ് വെർദെ. 5.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള രാജ്യം, 4033 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ചെറിയ ഭൂപ്രദേശം, കേരളത്തിന്റെ 10-1 പോലും ഇല്ലാത്ത രാജ്യം. ഇതെല്ലാമാണ് കേപ്പ് വെർദെയുടെ പ്രത്യേകത. ലിബിയയും കാമറൂണും ഒക്കെയുള്ള ഗ്രൂപ്പിൽ നിന്നും 23 പോയിന്റുമായി ഒന്നാമതായാണ് കേപ്പ് വെർദെ ലോകകപ്പിന് യോഗ്യത നേടിയത്. ലോക ഫുട്ബോൾ റാങ്കിങ്ങിൽ 69-ാം സ്ഥാനമാണ് അവർക്കുള്ളത്. നോക്കൌട്ട് റൗണ്ടിൽ അർജന്റീനയ്ക്കെതിരായ മത്സരത്തിന്റെ ഫലം എന്തുതന്നെയായാലും കേപ്പ് വെർദെ ഫുട്ബോൾ ലോകത്ത് ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചു കഴിഞ്ഞു. ഫുട്ബോൾ നേട്ടത്തിനപ്പുറം സ്വന്തം രാജ്യത്തെ അവർ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തുക കൂടിയാണ് ഈ ലോകകപ്പിലൂടെ. രാജ്യങ്ങളുടെ ശക്തിക്കും താരങ്ങളുടെ മൂല്യങ്ങൾക്കുമെല്ലാം അപ്പുറം ഫുട്ബോളിന്റെ സൗന്ദര്യവും കാൽപ്പനികതയും എല്ലാം പകർന്നു തരുന്ന സുന്ദരമായ കാഴ്ചകളാണ് ലോകകപ്പ് സമ്മാനിക്കുന്നത്. ചെറിയ രാജ്യങ്ങൾ വലിയ ശക്തികളാകുന്നു, പുതിയ താരോദയങ്ങൾ ഉണ്ടാകുന്നു. ഫുട്ബോളിന്റെ സൗന്ദര്യവും കാഴ്ചക്കാർക്ക് കളിയുടെ ലഹരിയും പകരുന്ന മനോഹരമായ കൂടുതൽ കാഴ്ചകൾക്കായി കാത്തിരിക്കാം.